അതായത് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ്. ഇതിൽ ഫസ്റ്റ് ഭാഗമായിട്ട് വരുന്നത് ഡിഫൈനിങ് ദി കോർ ഫംഗ്ഷൻ, അതായത് ലോജിസ്റ്റിക്കിന്റെ കോർ ഫംഗ്ഷനെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് വരുന്നത്. ഫസ്റ്റ് ചിത്രത്തിൽ നമുക്ക് ആക്ഷൻസ് എന്ന് കാണാൻ സാധിക്കും. ഇതാണ് ഒരു ലോജിസ്റ്റിക് വർക്ക് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്. ഒരു ലോജിസ്റ്റിക് എന്റർപ്രൈനർ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, അതിനുള്ള വർക്കൗട്ട് ചെയ്യണം, പ്ലാനിങ് എങ്ങനെ എന്തൊക്കെ ചെയ്യണം, അതിനൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നടപ്പിലാക്കാൻ എന്തൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ അതിനെ അൺകൺട്രോൾഡ് ആയിട്ട് പോകാനും പാടില്ല, അതിനെ കൺട്രോളിങ്ങും ഉണ്ടാകണം. നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗങ്ങളായിട്ട് വരുന്നുണ്ട്. സെൻട്രലൈസ്ഡ് കൺട്രോളിംഗ് വേണോ, ഡീസെൻട്രലൈസ്ഡ് കൺട്രോളിംഗ് വേണം എന്നുള്ള അടുത്ത ഭാഗങ്ങൾ വരുന്നുണ്ട്. അടുത്തതിന്റെ ഒബ്ജക്റ്റ് എന്താണ്, എഫക്റ്റീവ് ഫ്ലോ സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് റിലേറ്റഡ് ഇൻഫർമേഷൻ. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഡെസ്റ്റിനേഷൻ വേറെ ഡെസ്റ്റിനേഷനിലേക്ക് അയക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്, അതിന് ഒബ്ജക്റ്റ് എന്ന ഭാഗത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഭാഗമാണ് ഈ ഡയറക്ഷൻ, അതായത് ഏത് ഡയറക്ഷനിലേക്കാണ്. അതായത് രണ്ട് ഡയറക്ഷനിൽ പറയുന്നുണ്ട്, ഫോർവേഡ് ഫ്ലോ ആൻഡ് റിവേഴ്സ് ഫ്ലോ. ഫോർവേഡ് ഫ്ലോ നമുക്ക് എന്തായാലും അറിയാൻ സാധിക്കും, കാരണം ഒരു ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത് ഫോർവേഡ് ഫ്ലോ എന്ന് പറയുന്നത്. റിവേഴ്സ് ഫ്ലോ ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ ടു സപ്ലയേഴ്സ്. റിവേഴ്സ് ഫ്ലോ കസ്റ്റമർ ടു, അതായത് കസ്റ്റമറിലേക്ക് കൊടുത്തിട്ടുള്ള ഗുഡ്സ് തിരിച്ച് സപ്ലയറിലേക്ക് തിരിച്ചു വരുന്നു. ഇതിനെയാണ് റിവേഴ്സ് ഫ്ലോ നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിന് നമുക്ക് പ്രൊഡക്റ്റ് റിട്ടേൺ, സപ്പോസ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ അയച്ചു കൊടുത്ത് പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ട്, അത് തിരിച്ച് ഇവർക്ക് തന്നെ ഇതിന്റെ സപ്ലയർക്ക് തിരിച്ചു കൊടുക്കുന്നു, അത് റിവേഴ്സ് ഫ്ലോയിൽ വരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ റീസൈക്ലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ക്യാനുകൾ, അതുപോലെ തന്നെ ടാങ്കുകൾ, അങ്ങനെ സാധനങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് അതും റിവേഴ്സ് ഫ്ലോയിൽ പെടുന്നതാണ്. പിന്നെ ചില സോഫ്റ്റ്വെയർ അപ്ഡേഷനോ വേറെ ഏതെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അതും കസ്റ്റമർക്ക് കിട്ടിയതിന് ശേഷം കസ്റ്റമർ അത് സോഫ്റ്റ്വെയർ അപ്ഡേഷനോ മറ്റെന്തെങ്കിലും അപ്ഡേഷന് വേണ്ടിയിട്ട് വീണ്ടും സപ്ലയർക്ക് തിരിച്ചു കൊടുക്കുന്നു. ഇത്രയൊക്കെയാണ് നമ്മൾ റിവേഴ്സ് ഫ്ലോ എന്ന കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏറ്റവും അവസാനത്തെ, അതായത് അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ഒരു ലോജിസ്റ്റിക് സംവിധാനത്തിലെ അൾട്ടിമേറ്റം എന്ന് പറഞ്ഞാൽ, അതായത് ദ ഗോൾ, അതായത് കൺഫോം ടു കസ്റ്റമർ റിക്വയർമെന്റ്സ്, ദാറ്റ് മീൻസ് മാക്സിമം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ലോജിസ്റ്റിക് സംവിധാനത്തിലെ ഏറ്റവും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, മാക്സിമം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇനി അടുത്തതാണ് ലോജിസ്റ്റിക് എക്കോസിസ്റ്റം. ഇതിലെ 3 മെയിൻ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്, അതായത് 3PLs, ഫ്രൈറ്റ് ഫോർവേഡ്സ് ആൻഡ് കൊറിയേഴ്സ്, സപ്ലയേഴ്സ് ആൻഡ് വെൻഡേഴ്സ് ആൻഡ് സബ് കോൺട്രാക്റ്റഡ് പ്രൊവൈഡേഴ്സ്. ഇതിൽ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്, അതായത് മിക്ക സ്ഥാപനങ്ങളും അവർക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനം സ്വന്തമായി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും, അത് ഔട്ട്സോഴ്സിങ് കൊടുക്കും. തേർഡ് പാർട്ടി, അതായത് മൂന്നാമതൊരു പാർട്ടി വേറൊരു സ്ഥാപനത്തിനോ ഒരു ഫ്രൈറ്റ്, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രൈറ്റ് ഫോർവേഡേഴ്സോ അല്ലെങ്കിൽ കൊറിയർ സർവീസുമായിട്ട് അവരൊരു കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് വെച്ച് അവരുടെ ഗുഡ്സ് അവരുടെ നിർദ്ദേശാനുസാരണം വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അത് സ്ഥാപനത്തിന്റെ സ്വന്തം ആയിരിക്കില്ല, വേറൊരു സ്ഥാപനത്തിലെ ഔട്ട്സോഴ്സിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ പറയാം. അടുത്ത അതിൽ പറയുന്നതാണ് സോഴ്സിങ് പ്രൊക്യൂർമെന്റ്, ഓർഡർ ഫുൾഫിൽമെന്റ് ആൻഡ് വെയർ ഹൗസിങ്. ഓർഡർ, അതായത് എത്രയൊക്കെയാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത് അത് ആവശ്യത്തിന് സ്റ്റോർ ചെയ്യുകയും, സോഴ്സിങ് ആൻഡ് പ്രൊക്യൂർമെന്റ്, അതായത് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പാർട്സ് അത് പ്രൊക്യൂർ ചെയ്യുക. അടുത്ത ഭാഗമാണ് വരുന്നത് സപ്ലയേഴ്സ് ആൻഡ് വെൻഡേഴ്സ്. വെൻഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പേഴ്സൺസ് ഓർ കമ്പനീസ് സെൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. വ്യക്തികളോ അല്ലെങ്കിൽ കമ്പനികളോ ഗുഡ്സ് ആൻഡ് സർവീസസ് സെല്ല് ചെയ്യുന്നതിനാണ് വെൻഡേഴ്സ് എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്. സപ്ലയേഴ്സിന്റെ ഏകദേശം അതേ മീനിങ് തന്നെയായിട്ട് നമുക്ക് കണക്കാക്കാം. ഇതിൽ പ്രൊഡക്ഷൻ പ്ലാനിങ്, എങ്ങനെ ഹൗ ടു പ്രൊഡ്യൂസ്, വേർ ടു പ്രൊഡ്യൂസ്, വെൻ ടു പ്രൊഡ്യൂസ് എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് പ്രൊഡക്ഷൻ പ്ലാനിങ് മാത്രം പറയുന്നത്. പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, വെൻ ടു പ്രൊഡ്യൂസ്, ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്. ഇതെല്ലാം പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. അടുത്ത ഭാഗമാണ്
ഇന്റർവിറ്റീസ് ഉദ്ദേശിക്കുന്ന ഇതാണ്: ഇന്ററാക്ഷൻ ആൻഡ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ലോജിസ്റ്റിക് ഫംഗ്ഷൻസ്. ഒരു ലോജിസ്റ്റിക് ഫംഗ്ഷനിലെ ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിനും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ, അവർ തമ്മിലുള്ള ഒരു കോപ്പറേഷൻ ആണ് ഇന്റർവിറ്റീസ് എന്ന ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത ഭാഗം തന്നെ സബ് കോൺട്രാക്ടർ പ്രൊവൈഡേഴ്സ്. നമ്മൾ പറഞ്ഞു, സപ്പോസ് നമ്മൾ തേർഡ് പാർട്ടി കോൺട്രാക്ട് പറഞ്ഞു, നമ്മൾ തേർഡ് പാർട്ടി കോൺട്രാക്ട് കൊടുത്തു. ആ തേർഡ് പാർട്ടി സംടൈംസ് അത് അവര് വേറെ പല കൊറിയർ സർവീസുകൾക്കോ വേറെ പല ഫ്രൈറ്റ് ഫോർവേഡേഴ്സിനോ എന്ത് ചെയ്യും, സബ് കോൺട്രാക്ട് കൊടുക്കും. ബട്ട് അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏത് തേർഡ് പാർട്ടി ആയിട്ടാണ് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കോൺട്രാക്ട് വെച്ചിരിക്കുന്നത്, അവരായിട്ടായിരിക്കും നമ്മൾ നേരിട്ടുള്ള നിയമപരമായിട്ടുള്ള ബന്ധം ഉണ്ടാവുക. അതിന്റെ ഉത്തരവാദിത്വം, അതിന്റെ റെസ്പോൺസിബിലിറ്റിയും നമ്മൾ ആർക്കാണ് തേർഡ് പാർട്ടി കോൺട്രാക്ട് കൊടുത്തത് അവർക്കായിരിക്കും. അതാണ് സബ് കോൺട്രാക്ടഡ് പ്രൊവൈഡേഴ്സ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കസ്റ്റമർ സർവീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പാക്കേജിങ് ആൻഡ് അസംബ്ലി. അതായത് കുറെ കാര്യങ്ങൾ നമ്മൾ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ വേറെ പല മെറ്റീരിയൽസ് എന്ത് ചെയ്യും, അസംബിൾ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോണുകൾ ഇതെല്ലാം അസംബ്ലിങ് ചെയ്യുന്നത്, മൊബൈൽ ഫോണുകളൊക്കെ മാക്സിമം ഒക്കെ അസംബിൾ ചെയ്യുന്നത് ചൈനയിലാണ്. ബിക്കോസ് ലേബർ ഈസ് ചീപ്പ്. അടുത്ത ഭാഗമാണ് സ്ട്രാറ്റജിക് മൈൻഡ് സെറ്റ്. ലീൻ വേഴ്സസ് ഏജൽ, അതായത് AGIL, ഏജൽ. അതായത് ലീൻ ഉദ്ദേശിക്കുന്നത് നോ വേസ്റ്റ്, ഏജൽ മീൻസ് ഫാസ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ, വളരെ വേഗത്തിലും അതുപോലെ തന്നെ എളുപ്പത്തിലും ചെയ്യുന്നത്. നമുക്ക് ലീൻ ലോജിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. എഫിഷ്യൻസി എഞ്ചിൻ. എഫിഷ്യൻസി ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ: ക്രിയേറ്റിംഗ് വാല്യൂ ബൈ എലിമിനേറ്റിംഗ് വേസ്റ്റ്. അതായത് ഒരു തരത്തിലുള്ള വേസ്റ്റ് ഉണ്ടാകാതിരിക്കുന്ന ഒരു അവസ്ഥ. പിന്നെ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കുറിച്ച് പറയാം നമുക്ക്. ഇറ്റ് ഫോക്കസ് ഓൺ സ്പെൻഡിങ് റിസോഴ്സസ് ഓൺലി. ഓൺ തിങ്സ് ദാറ്റ് ആഡ് വാല്യൂ ഫോർ ദ കസ്റ്റമർ. അതായത് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇത് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഇഫ് എനിത്തിങ് ഡസ് നോട്ട് ഹെൽപ്പ് ദി കസ്റ്റമർ, കസ്റ്റമറെ എന്തെങ്കിലും സഹായിക്കുന്നില്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി കൺസിഡേർഡ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് വേസ്റ്റ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. സപ്പോസ് നമ്മുടെ ഒരു വാഹനത്തിന് LED ലൈറ്റ് വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യേണ്ടെന്ന് കരുതുക സപ്ലയർ. പക്ഷെ LED ലൈറ്റ് നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ അത് കസ്റ്റമറിന് ആവശ്യമില്ലാത്ത ഒരു ഐറ്റം നമ്മൾ കസ്റ്റമറിന് സപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും, അതൊരു വേസ്റ്റ് ആയിട്ട് മാറും. LED ലൈറ്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് എന്തായിരിക്കും, അത് വേസ്റ്റ് ആയിട്ട് മാറും. അങ്ങനെ കസ്റ്റമറിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യില്ല, സപ്ലൈ ചെയ്യില്ല. ഇതാണ് മാക്സിമം, അതായത് വേസ്റ്റ് കുറയ്ക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഭാഗം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ എന്നാണ് പറയുന്നത്. ഫാസ്റ്റ് വളരെ പെട്ടെന്നായിരിക്കണം. എന്ത് പറയുന്നുണ്ട്, ത്രൈവിങ് അണ്ടർ അൺപ്രഡിക്റ്റബിൾ ചേഞ്ച്. അതായത് ഇതിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോത്തിങ് ഡിവിഷനിൽ പെട്ടെന്ന് അതിന്റെ എന്ത് വന്നു, അതിലൊരു ഫാഷൻ ചേഞ്ച് വന്നപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ക്ലോത്തിങ് ചെലവാവാതെ വരികയും പെട്ടെന്ന് തന്നെ അതിന്റെ സ്ട്രാറ്റജി മാറ്റി ഉടനെ തന്നെ പുതിയ സപ്ലൈ കൊടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത് ഇതില് AGIL എന്നത്. ഫാസ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ, അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് വേണം, അതിനെ റാപ്പിഡ് റെസ്പോൺസ്, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പ്രൊഡക്റ്റുകൾ നല്ല രീതിയിൽ വിൽക്കാനായിട്ട് സാധിക്കും. ഇതിലിപ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, നമുക്ക് നോക്കാം, ഒരു കാലത്ത് നോക്കിയ മൊബൈലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ സെയിൽ ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷെ എന്തുണ്ടായി, നോക്കിയ മൊബൈൽ ഇപ്പൊ നമുക്ക് വളരെ കുറച്ചേ കാണുന്നുള്ളൂ. കാരണം അവര് ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തില്ല. ടെക്നോളജിയുടെ കൂടെ അവർ മുന്നോട്ട് പോകാത്തത് കൊണ്ട് എന്തുണ്ടായി, ഒരു കാലത്ത് വളരെ മുൻപന്തിയിൽ നിന്നിരുന്ന നോക്കിയ ഫോൺ ഇപ്പൊ എന്തായി, മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ അല്ലാത്ത അവസ്ഥ വന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. റിസൈലൻസ് ആൻഡ് ടോട്ടൽ ക്വാളിറ്റി. ഇനി റിസൈലൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദി സിസ്റ്റംസ് എബിലിറ്റി ടു റിട്ടേൺ ടു ഇറ്റ്സ് ഇനീഷ്യൽ ഓർ ഡിസയേർഡ് സ്റ്റേറ്റ് ആഫ്റ്റർ ഡിസ്റപ്ഷൻ. അതായത് ഒരു ലോജിസ്റ്റിക് സംവിധാനം നമ്മൾ തുടങ്ങി, അതെന്ത് സംഭവിച്ചു, എവിടെ ഒരു തടസ്സം അനുഭവപ്പെട്ടു, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവുകയും പിന്നീട് അതിനെ തിരിച്ചു കൊണ്ടുവന്ന് അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തിക്കാം. ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ ആഫ്റ്റർ ഡിസ്റപ്റ്റ് ഓർ എ ഫെയിലിയർ, ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ നെഗറ്റീവ് എഫക്റ്റ്. ഒരു നെഗറ്റീവ് എഫക്റ്റ് കൊണ്ട്, ഒരു എന്തെങ്കിലും തടസ്സം കൊണ്ട് എന്ത് സംഭവിച്ചു, ഒരു ലോജിസ്റ്റിക് സംവിധാനത്തിന് തടസ്സം വരികയും അതിനെ വീണ്ടും പഴയ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഈ പഴയ പൊസിഷൻ തിരിച്ചു കൊണ്ടുവരുന്നതിന് മെയിനായിട്ട് പറയുന്നത് 4 പിള്ളേഴ്സ് ആണ് പറയുന്നത്. ഒന്ന് വിസിബിലിറ്റി,
അതായത് അതിന്റെ കാഴ്ചയ്ക്കും പിന്നെ എന്താണ് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി, അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട്, അതായത് ഇത് റിജിഡ് അല്ല, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണം. രണ്ടാമത്തെ പിള്ളേർ അതാണ്. മൂന്നാമത്തെ തന്നെ കൊളാബറേഷൻ മീൻസ് ദാറ്റ് ഈസ് കോപ്പറേഷൻ വിത്ത് അതർ ഫേംസ് ഓർ എനി അതർ ടൈപ്പ് ഓഫ് കോപ്പറേഷൻസ്. അടുത്ത എന്താണ് ഫോർത്ത് പറയുന്നത് കൺട്രോൾ. ഈ 4 സംവിധാനത്തിലൂടെയാണ് റിസൈലന്റ് എന്ന ആ സംവിധാനം നടപ്പിൽ. റിസൈലൻസ് മീൻസ് to bring into the original position after disruption or negative effect. അടുത്ത ഭാഗം പറയുന്നതാണ് ടോട്ടൽ ലോജിസ്റ്റിക് മാനേജ്മെന്റ്. ഇതിൽ പറയുന്നത് ടോട്ടൽ ലോജിസ്റ്റിക് മാനേജ്മെന്റ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ബേസ്ഡ് ഓൺ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഇത് ഉദ്ദേശിക്കുന്നതിലുള്ള ഇതെങ്ങനെയാ വർക്ക് ചെയ്യണമെന്നുള്ള കുറിച്ച് പറയുന്നുണ്ട്. ഇറ്റ് അപ്ലൈസ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ടു ലോജിസ്റ്റിക്സ്. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് എവരി സ്റ്റെപ്പ് ഫ്രം ഓട്ടോമേഷൻ ടു സേഫ്റ്റി ഈസ് എയിംഡ് അറ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊഫഷണൽ പാർട്ട്ണർഷിപ്സ്. അതായത് എവരി സ്റ്റെപ്പ് എന്നാണ് ഫ്രം ഓട്ടോമേഷൻ ടു സേഫ്റ്റി, ഓട്ടോമേഷനിൽ സേഫ്റ്റി വരെ, അതായത് സേഫ്റ്റിയും കൂടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കേണ്ട ഒരു കാര്യം. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റില് സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭോപ്പാൽ ദുരന്തമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യൂണിയൻ കാർബൈഡ് ഫാക്ടറിയില് മീഥേൻ ഐസോസനേറ്റ് എന്ന് പറഞ്ഞ വാതകം ലീക്ക് ഔട്ട് ആയിട്ട് ഒരുപാട് ആളുകൾ മരണപ്പെടുകയും അതുപോലെ തന്നെ ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പല സ്ഥാപനങ്ങളും സേഫ്റ്റിക്ക് കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി നിയമങ്ങൾ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഇതൊക്കെ മുന്നോട്ട് പോകുന്നെന്ന് വിചാരിക്കുന്നു. പിന്നെ പേഴ്സ്ഡ് ദ വൺ ക്ലിക്ക് ഓട്ടോമേറ്റഡ് ഫ്ലോസ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് പീപ്പിൾ ആൻഡ് ഗുഡ്സിന്റെ സെക്യൂരിറ്റി വേണം, അതോടൊപ്പം ജനങ്ങളുടെ സെക്യൂരിറ്റി വേണം. അപ്പൊ ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല കെമിക്കൽസ് ഒക്കെ ബൈ ട്രാൻസ്പോർട്ട് വഴി വരുന്ന സമയത്ത് അതിൽ പ്രത്യേകം ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന ഐറ്റം ആണ്. അതുപോലെ തന്നെ നമ്മുടെ പെട്രോളിയം പ്രൊഡക്റ്റ് ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ബാക്കിൽ ചെയ്തിട്ട് ഇൻഫ്ലമബിൾ, ഹൈലി ഇൻഫ്ലമബിൾ എന്നെല്ലാം പറഞ്ഞിട്ട്, ഇതെല്ലാം എന്താണ് മറ്റുള്ളവർക്ക് ഒരു വാണിംഗ് കൊടുക്കാൻ കൂടിയും അതുപോലെ തന്നെ ഇത് അപകടമായ ഒരു വസ്തുവാണ് ക്യാരി ചെയ്യണമെന്നുള്ളതും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സേഫ്റ്റി സംവിധാനങ്ങൾ ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് പീപ്പിൾ ആൻഡ് ഗുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഗ്യാരണ്ടിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതായത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി ചെയ്യുക. അത് തന്നെയാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത് തന്നെ എന്താണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. അടുത്ത ഭാഗം ഗ്രീൻ ലോജിസ്റ്റിക് മാനേജ്മെന്റ്. ഗ്രീൻ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് സസ്റ്റൈനബിലിറ്റി ഇമ്പരേറ്റീവ്, അതായത് മൂവിങ് ഫ്രം റിയാക്റ്റീവ് എൻവിറോൺമെന്റ് ആൻഡ് മാനേജ് ടു എ പ്രോആക്റ്റീവ് അപ്രോച്ച്. ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 7 Rs ആണ് പറയുന്നത്. 7 Rs ഉദ്ദേശിച്ച് ഒന്ന് റെഡ്യൂസ്, നെക്സ്റ്റ് റീയൂസ്, തേർഡ് റീവർക്ക്, ഫോർത്ത് റീഫർബിഷ്, ഫിഫ്ത്ത് റീക്ലെയിം, സിക്സ്ത് റീസൈക്കിൾ, സെവൻത്ത് റീമാനുഫാക്ചറിങ്. അതായത് 7 Rs ഉദ്ദേശിക്കുന്നത് ഒന്ന് റെഡ്യൂസ്. എന്താണ് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പൊല്യൂഷൻ, അതുപോലെ തന്നെ വേസ്റ്റ്. നമ്മുടെ അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മുടെ ട്രാൻസ്പോർട്ടിങ് കമ്പനി ഒരു ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൽ നിന്ന് പൊല്യൂഷൻസ് ഉണ്ടാകില്ല. അതുപോലെ മറ്റു തരത്തിലുള്ള വേസ്റ്റുകൾ റെഡ്യൂസ് ചെയ്യുക. റീയൂസ്, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കൂടുതലായിട്ട് പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ മറ്റു മെറ്റൽ പാർട്സ് എല്ലാം റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്താണ് റീവർക്ക്, അതായത് വീണ്ടും റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. റീഫർബിഷ്, അത് ഇതുപോലെ തന്നെയാണ്, കേടുവന്ന സാധനങ്ങൾ റിപ്പയർ ചെയ്ത് വീണ്ടും ഉപയോഗിക്കുക. പിന്നെ റീക്ലെയിം, അതും ഉദ്ദേശിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ആറാമത്തെ റീസൈക്ലിംഗ് നമ്മൾ റീയൂസ് പറഞ്ഞ പോലെ തന്നെ ഒരു ഐറ്റം റീയൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐറ്റം തന്നെ വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിലും, റീസൈക്കിൾ തന്നെ ഒരു ഐറ്റം എന്ത് ചെയ്യുക, അതിനെ പുതിയൊരു പ്രോസസ്സിലൂടെ കൊണ്ടുപോയിട്ട് അതിനെ റീസൈക്കിൾ ചെയ്ത് വേറൊരു ഐറ്റമായിട്ട് ഉപയോഗിക്കുക. പിന്നെ റീമാനുഫാക്ചർ, പുനർനിർമ്മാണം എന്ന് വേണമെങ്കിൽ റീപ്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനെന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും അതിനെ അത് ഐറ്റത്തിന് തന്നെ വീണ്ടും നമ്മൾ റീമാനുഫാക്ചർ ചെയ്യുന്നു. ഇത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഒരു എക്കോ ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയർ
ഉണ്ടാകണം. അതിൽ നിന്ന് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് അങ്ങനെ ഒരു എക്കോ ഫ്രണ്ട്ലി അല്ലാത്ത ഒരു സംഭവം ഉണ്ടാകാനായിട്ട് പാടില്ല. നമുക്കറിയാൻ സാധിക്കും, അതായത് ഇപ്പോൾ ഒരുപാട് ഇൻഡസ്ട്രീസും, അതായത് ഇൻഡസ്ട്രിയൽ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഒരുപാട് കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വിഷവാതകങ്ങളെല്ലാം പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയുന്നത് നമ്മുടെ ലങ്സ് ഓഫ് ദി വേൾഡ്, ലോകത്തിലെ ശ്വാസകോശം എന്ന് പറയുന്നത് ആമസോൺ കാടുകളാണ്. കാരണം അവിടെയാണ് ഒരുപാട് എന്താ പറയാ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് ഓക്സിജൻ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉള്ളത്. അപ്പൊ എത്രയും വലിയ കാടുകൾ, അതായത് ലോകത്തിന് തന്നെ സംരക്ഷിക്കുന്ന ഒരു കാടാണ് ആമസോൺ ഫോറസ്റ്റ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ലങ്സ് ഓഫ് ദി വേൾഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ മാക്സിമം എന്ത് ചെയ്യണം, നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ എമിഷൻസ് കുറയാം, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത് കുറയുകയും മറ്റേ വേസ്റ്റ് കുറയ്ക്കുകയും ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞാണ് വേസ്റ്റ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളത്. അടുത്ത ഭാഗം സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻസ്. അടുത്ത് പറഞ്ഞ സപ്ലൈ മാനേജ്മെന്റ്. ഈ സ്കോപ്പ് ഓപ്പറേഷനിൽ ആദ്യം വരുന്നതാണ് സപ്ലൈ മാനേജ്മെന്റ്. ഇതിൽ പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ഐഡന്റിഫൈയിങ് ആൻഡ് മാനേജിങ് ദി റിസോഴ്സസ് ആൻഡ് സപ്ലയേഴ്സ് എ കമ്പനി നീഡ്സ് ടു കീപ് റണ്ണിങ്. അതായത് ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ റിസോഴ്സസും സപ്ലയേഴ്സിനെയും മാനേജ് ചെയ്യുന്ന ആ സംവിധാനത്തിന് പറയുന്നതാണ് സപ്ലൈ മാനേജ്മെന്റ്. ഒന്നുകൂടി പറയാം, അതായത് ഒരു സ്ഥാപനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിൻ്റെ റിസോഴ്സസ്, അതായത് അവിടെയുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്റ്റോക്കിനെയും അവരുടെ സപ്ലയേഴ്സിനെയും മാനേജ് ചെയ്യുകയും അതുപോലെ ഐഡന്റിഫൈ ചെയ്യുകയും ആ സംവിധാനത്തിന് നമ്മൾ എന്ത് പറയുന്നത് സപ്ലൈ മാനേജ്മെന്റിന് ഉദ്ദേശിക്കുന്നത്. അടുത്ത് മെറ്റീരിയൽ മാനേജ്മെന്റ്, ഇൻബൗണ്ട് ആൻഡ് ഔട്ട് ബൗണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതായത് റോ മെറ്റീരിയൽസ്, അതായത് ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ റോ മെറ്റീരിയൽസിന്റെ കളക്ഷൻ ചെയ്ത് ആ റോ മെറ്റീരിയൽ കളക്ട് ചെയ്ത് ഫാക്ടറിയിൽ ഫൈനൽ ഗുഡ്സ് ആയി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ അവസ്ഥ വരെയുള്ള സമയത്തിന് പറയുന്ന പേരാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, അതായത് ഇൻബൗണ്ട് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ദി ഫ്ലോ ഓഫ് റോ മെറ്റീരിയൽസ് മാത്രമല്ല ആൻഡ് പാർട്സ് ഇൻ ടു ദി പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് റോ മെറ്റീരിയൽസിനെയും പാർട്സിനെയും കൊണ്ടുവരികയും അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആകുന്നതിന് മുമ്പുള്ള അവസ്ഥ ആ കാലഘട്ടത്തിനാണ് നമ്മൾ പറയുന്നത് ഇൻബൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഔട്ട്ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാൻ സാധിക്കും എന്താണ് ആഫ്റ്റർ ദി പ്രൊഡക്ഷൻ, അതായത് ദി ഫിനിഷ്ഡ് ഗുഡ്സ് ആ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കസ്റ്റമർ അല്ലെങ്കിൽ ബയറുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നവരുള്ള ആ അവസ്ഥേനെയാണ് ഔട്ട്ബൗണ്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൽ പറയുന്നതിന് സിസ്റ്റമാറ്റിക് കോർഡിനേഷൻ, അതായത് ഒരു ലോജിസ്റ്റിക് കമ്പനിയിലോ ലോജിസ്റ്റിക് കൺസേണിലോ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു ഏകോപനം കൊണ്ട് മാത്രമേ ഒരു നല്ല ലോജിസ്റ്റിക് സംവിധാനം എന്ന് നമുക്ക് പറയുള്ളൂ, നല്ല ഓപ്പറേഷൻ സംവിധാനം നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അടുത്ത ഭാഗമാണ് സ്ട്രക്ചറൽ സ്ട്രാറ്റജി, അതായത് സെൻട്രലൈസേഷൻ വേഴ്സസ് ഡീസെൻട്രലൈസേഷൻ. അതായത് സെൻട്രലൈസേഷൻ ഇതൊരു കൺട്രോൾഡ് ബൈ എ സെൻട്രൽ അതോറിറ്റി. അതായത് സെൻട്രൽ അതോറിറ്റിയാണ് കൺട്രോൾ ചെയ്യുക. അപ്പൊ സെൻട്രൽ കൺട്രോൾ ചെയ്യുമ്പോൾ എന്താ ഇതിൽ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ദിസ് സേവ്സ് മണി ആൻഡ് കോൺസോളിഡേറ്റിംഗ് സ്പേസ് ആൻഡ് സ്റ്റാൻഡർഡൈസിങ് പ്രോസസ്. ഇത് ഒരു സെൻട്രൽ ഏജൻസി, അതായത് ഒരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ രാജ്യത്തോ ഒരു സെൻട്രൽ ഓഫീസ് ഉണ്ടാകുകയും ആ സെൻട്രൽ ഓഫീസ് മറ്റ് ഓഫീസുകളെ കൺട്രോൾ ചെയ്യുകയും വരുമ്പോൾ ഇവർക്ക് എന്ത് പറ്റുമെന്നാണ് പറയുന്നത്, ഇവർക്ക് മണി സേവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ ഗോഡൗണിലെ സ്പേസ് സേവ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടാവുകയും ചെയ്യും. സെൻട്രലൈസ്ഡ് സിസ്റ്റം ആകുമ്പോൾ കൺട്രോൾഡ് ബൈ എ സെൻട്രലൈസ്ഡ് സിസ്റ്റം, അതാണ് നമ്മൾ സെൻട്രലൈസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. കൃത്യം മലയാളത്തിൽ പറയുകയാണെങ്കിൽ കേന്ദ്രീകൃത അവസ്ഥ.
ഇനി അടുത്ത ഭാഗമാണ് ഡീസെൻട്രലൈസേഷൻ. മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ പറയാം വികേന്ദ്രീകരണം എന്ന് പറയാൻ സാധിക്കും. ഇത് ഇത്രയ്ക്ക് വരുന്നുള്ളൂ. ഇറ്റ് ഹെൽപ്സ് ദ കമ്പനി റെസ്പോണ്ട് ബെറ്റർ ടു ലോക്കൽ കൾച്ചേഴ്സ് ആൻഡ് നീഡ്സ് എസ്പെഷ്യലി ഫോർ ദ ലാസ്റ്റ് മൈൽ ടു ദി കസ്റ്റമർ. ഉദ്ദേശിക്കുന്ന ഇത്രയുള്ളൂ. അത് ഡീസെൻട്രലൈസേഷൻ ആകുമ്പോൾ അതാത് ഏരിയയിലത്തെ ആളുകളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഇവർക്ക് വ്യക്തമായി മനസ്സിലാകുകയും അങ്ങനെ അവർക്ക് നല്ലൊരു സർവീസസ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഡീസെൻട്രലൈസേഷന്റെ ഉദ്ദേശം. ആക്ച്വലി ഇതുപോലെ ലാസ്റ്റ് മൈൽ സർവീസ് ഉദ്ദേശിക്കുന്നത് അതായത് ലാസ്റ്റ് സ്റ്റെപ്പ് ടു കസ്റ്റമർ, അതായത് ഈ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ്, ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫൈനൽ ലെഗ് ഫ്രം ദി ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ടു ദി കസ്റ്റമർ ഈസ് ഓഫൺ എ മെയിൻ ചലഞ്ച് ഇൻ സപ്ലൈ ചെയിൻ എഫിഷ്യൻസി. അതായത് കസ്റ്റമർക്ക് എത്തുന്നതിന് മുമ്പുള്ള സ്ഥലം മുതൽ കസ്റ്റമർക്ക് എത്തുന്ന വരെയുള്ള ആ കാലഘട്ടത്തിനാണ് നമ്മൾ പറയുന്നത് ലാസ്റ്റ് മൈൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഭാഗം കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉദ്ദേശിക്കുന്നത് ഇത്രയുള്ള കോസ്റ്റ് കുറയ്ക്കാൻ, പ്രോഫിറ്റ് കൂട്ടാം. കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഇംപ്രൂവ്ഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഇംപ്രൂവ് ചെയ്യുക. സേഫ്, സ്പീഡി ആൻഡ് എക്കണോമിക്കൽ ട്രാൻസ്പോർട്ടേഷൻ. അതായത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സേഫ് ആയിരിക്കും, അതുപോലെ തന്നെ സ്പീഡി ആയിരിക്കും, അതുപോലെ തന്നെ എക്കണോമിക്കൽ ആയിരിക്കും. സേഫും സ്പീഡി ആയാൽ മാത്രമാണ് അത് എക്കണോമിക്കലി ആവാൻ പറ്റുള്ളൂ. അടുത്ത പറയുന്ന ഭാഗം ഒപ്റ്റിമൈസേഷൻ ഓഫ് വെയർഹൗസ് ലൊക്കേഷൻസ്. അതായത് വെയർഹൗസിന്റെ ലൊക്കേഷൻ, അതായത് ട്രാൻസ്പോർട്ടബിൾ, അതായത് മെയിൻ ഹൈവേയിൽ നിന്നോ മെയിൻ റോഡിൽ നിന്നോ കുറെ ദൂരമാണെങ്കിൽ അത്രയും ദൂരം വരവും പോകുന്നു. ഇതെല്ലാം എന്ത് സംഭവിക്കും? ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വർദ്ധിക്കുകയും, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വർദ്ധിക്കുമ്പോൾ ഇതിന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വർദ്ധിക്കും. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഗുഡ്സിന്റെ വാല്യൂ വർദ്ധിക്കും. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിനെ ലോ കോസ്റ്റ് എന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഇതില് അറിയാൻ പറ്റും. അതായത് വണ്ടിയുടെ ഡ്രൈവേഴ്സ്, അതായത് അവർ കൂടുതലായിട്ട് ട്രക്കുകൾ റൺ ചെയ്യുന്നത് നൈറ്റ് ടൈമുകളാണ്. കാരണം നൈറ്റ് ടൈമിൽ ട്രാഫിക് കുറവായിരിക്കും. അവർക്ക് ആ സെയിം ആയിട്ടുള്ള ഗിയർ പൊസിഷനിൽ അത് നല്ല ഒരു സ്പീഡിങ് അതുപോലെ തന്നെ ഗിയറും ശരിയായ രീതിയിൽ കോമ്പിനേഷനിൽ പോവുകയാണെങ്കിൽ ഫ്യൂവൽ എഫിഷ്യൻസി വാഹനത്തിന് വളരെ കൂടുതലായിരിക്കും. ഇത് തന്നെ ട്രാൻസ്പോർട്ടിങ്ങിന് നല്ലൊരു പ്രോഫിറ്റ് അതിൽ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഡ്രൈവേഴ്സിന് കുറെ ഇൻസെന്റീവ്സ്, അതായത് ഒരിക്കലും ഒരു ലോങ് റൂട്ട് ട്രക്ക് ഡ്രൈവറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വെച്ചാൽ ഒരു ദിവസം അവർക്ക് 600 കിലോമീറ്റർ റൺ ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവര് 600 കിലോമീറ്ററിനേക്കാളും കൂടുതൽ റൺ ചെയ്യുകയും അതുപോലെ തന്നെ ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ റെമ്യൂണറേഷൻ കമ്പനി നൽകുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? കോസ്റ്റ് റിഡക്ഷനും അതോടൊപ്പം കോസ്റ്റ് റിഡക്ഷന്റെ ഒപ്പം വരുന്ന ഒന്നാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ബൈ ഫൈൻഡിങ് ദ ബെസ്റ്റ് റൂട്ട്സ്, അതായത് ഷോർട്ടസ്റ്റ് റൂട്ട്സ്, ബട്ട് നല്ല റോഡുകളായിരിക്കണം. ഷോർട്ടസ്റ്റ് റൂട്ട് മാത്രം ആയാൻ പറ്റില്ല, നല്ല റോഡായിരിക്കണം. അതുപോലെ തന്നെ കീപ്പിംഗ് വെയർഹൗസ് ഇൻ ദ റൈറ്റ് സ്പോട്ട്സ്, അതായത് എല്ലാ വെയർഹൗസും സിറ്റിയിലാകണമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ അത്രയ്ക്ക് ഹൈവേക്കോ റോഡിന് അടുത്താണെങ്കിൽ അത്രയും ട്രാൻസ്പോർട്ടിങ് ചെലവ് കാര്യങ്ങളോ കുറയും. അതുപോലെ തന്നെ കമ്പനി സേവ് എ ലോട്ട് ഓഫ് മണി. ഇങ്ങനെ കമ്പനിക്ക് ഒരുപാട് പൈസ കുറയ്ക്കാനായിട്ട് സാധിക്കും. അടുത്തതാണ് കോമ്പറ്റേറ്റീവ് എഡ്ജ്. കോമ്പറ്റേറ്റീവ് എഡ്ജ് ഉദ്ദേശിക്കുന്നത് കമ്പനീസ് ദാറ്റ് ഡെലിവർ ഫാസ്റ്റർ വിത്ത് ഫ്യൂവർ എറേഴ്സ് ബെറ്റർ കസ്റ്റമർ സർവീസ് വിൽ ഓൾവേസ് വിൻ അഗേൻസ്റ്റ് ദെയർ കോമ്പറ്റീറ്റേഴ്സ്. അതായത് ഈ ലോജിസ്റ്റിക് മേഖലയിൽ നമ്മൾ മാത്രമായിരിക്കില്ല ഒരു സ്ഥാപനമായിട്ട് ഉണ്ടാകുക, വേറെ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് അയാൾക്ക് ആവശ്യമുള്ള സമയത്ത് അയാൾക്ക് ലഭിച്ചിരിക്കണം. അതുപോലെ തന്നെ അതായത് ചിലപ്പോൾ ഷോർട്ട് ടൈം ഓർഡറിൽ ചിലപ്പോൾ അയാൾ ഗുഡ്സ് എത്തിച്ചു തരാണെങ്കിൽ ആ ട്രാൻസ്പോർട്ടിങ് കമ്പനീനായിരിക്കും കസ്റ്റമർ കൂടുതൽ പ്രിഫർ ചെയ്യുക. ചിലർ പറയും ഞങ്ങൾക്ക് ഒരു മാസം മുമ്പ് നിങ്ങൾക്ക് ഓർഡർ തന്നെങ്കിലാണ് ഞങ്ങളുടെ ട്രാൻസ്പോർട്ട് ഓൾറെഡി ഇവിടെ നിന്ന് ലെഫ്റ്റ് ചെയ്തു, അതുകൊണ്ട് തരാൻ പറ്റില്ല, വായിക്കാൻ പറ്റില്ല, ഇത്ര സമയം കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സ് വേറെ
സർവീസ് പ്രൊവൈഡറുടെ അടുത്തേക്ക് പോകുന്നു, വേറെ ലോജിസ്റ്റിക് കമ്പനിയുടെ അടുത്തേക്ക് പോകുന്നു. അപ്പൊ അവര് നല്ല ഫാസ്റ്റായിട്ട് അവർക്ക് ഗുഡ്സ് ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും, അവരെടുത്ത്. അപ്പൊ ഇതൊരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റാണ്. നമ്മൾ മാത്രമല്ല, മാർക്കറ്റില് വേറെ ഒരുപാട് ലോജിസ്റ്റിക് ഏജൻസും ലോജിസ്റ്റിക് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് കസ്റ്റമേഴ്സിന് എന്ത് വേണം, ഫാസ്റ്റർ സർവീസ് വിത്ത് ഫ്യൂവർ എറേഴ്സ് ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യമുണ്ട്. ഫ്യൂവർ എറേഴ്സ് പറയുകയാണെങ്കിൽ, അതായത് ഒന്ന് ടൈമിൽ എത്തിക്കുന്നത്, രണ്ട് ലെസ് ഡാമേജ് ഉണ്ടാക്കുക, ഡാമേജ് കുറവാവുക, അതുപോലെ തന്നെ സമയത്തിന് എത്തിക്കുക. ഇതൊക്കെ എന്താണ്, എറേഴ്സിന്റെ ഭാഗത്തിൽ ഉണ്ടാവുന്ന സംഭവങ്ങളാണ്. അടുത്ത ഭാഗം സൗണ്ട് ഇൻവെന്ററി മാനേജ്മെന്റ്. സൗണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല ഇൻവെന്ററി മാനേജ്മെന്റ് എന്നുള്ള അർത്ഥം ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ബിസിനസ് അവോയ്ഡ് ഹാവിംഗ് ടു മച്ച് ഓർ ടു ലിറ്റിൽ സ്റ്റോക്ക് വിച്ച് കീപ്സ് ദി കമ്പനീസ് ഫിനാൻസസ് ഹെൽത്തി. അതായത് നമുക്ക് വളരെ കൂടുതൽ, ആവശ്യത്തിന് കൂടുതൽ ഗുഡ്സ് ഉണ്ടാകാനും പാടില്ല, എന്നാൽ ആവശ്യത്തിനേക്കാളും വളരെ കുറവ് ഗുഡ്സ് ആകാനും പാടില്ല. അപ്പോൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, കറക്റ്റ് ക്വാണ്ടിറ്റി ഗുഡ്സ് ആർക്ക് കിട്ടിയിരിക്കണം, കസ്റ്റമറിന് ലഭിച്ചിരിക്കണം. ക്വാണ്ടിറ്റി കൂടാനും പാടില്ല, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കുറയാനും പാടില്ല. ഇൻ സ്റ്റോക്ക്, അതായത് എത്രയാണ് ഓർഡർ നമുക്ക് ലഭിച്ചിരിക്കുന്നത്, ആ ഓർഡറിനനുസരിച്ചുള്ള സ്റ്റോക്കാണ് എന്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസാണ് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത്. അടുത്തതാണ് ഓപ്പറേഷണൽ എക്സലൻസ് ആൻഡ് കസ്റ്റമർ ഇമ്പാക്ട് എന്ന് പറയുന്നതിൽ ഫസ്റ്റ് ഭാഗം എഫിഷ്യന്റ് മാനുഫാക്ചറിങ് ഫ്ലോ. അതായത് എഫിഷ്യന്റ് മാനുഫാക്ചറിങ്, അതായത് ഇൻബൗണ്ട് ലോജിസ്റ്റിക് എൻഷുവേഴ്സ് ദാറ്റ് റോ മെറ്റീരിയൽസ് അറൈവ് എക്സാക്ട്ലി when the factory needs them, so production never stops. അതായത് ഒരു പ്രത്യേക പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന് എന്തെല്ലാം റോ മെറ്റീരിയൽസ് ആണ് വേണ്ടത്, അത് റോ മെറ്റീരിയൽസ് ആവശ്യമുള്ള സമയത്ത് അവർക്ക് ലഭിക്കണം. അപ്പൊ എന്തുണ്ടാവില്ല, പ്രൊഡക്ഷന് ഒരു സ്ലോ ഉണ്ടാവില്ല, പ്രൊഡക്ഷൻ കണ്ടിന്യൂ ആയിട്ട് പോകുന്നതായിരിക്കും. നോർമലി എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റുകളെല്ലാം 24 hours വർക്ക് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അവർക്ക് നിശ്ചിത സ്റ്റോക്ക് അവർക്ക് ഉണ്ടാവും. പക്ഷെ എന്നാലും തന്നെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, പ്രൊഡക്ഷനിൽ മാനുഫാക്ചറിങ് എഫിഷ്യന്റ് ആയിട്ട് ഫ്ലോ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം, റോ മെറ്റീരിയൽസോ അല്ലെങ്കിലും പാർട്സ് അറൈവ് എക്സാക്ട്ലി വെൻ ദ ഫാക്ടറിക്ക് ആവശ്യമുള്ള കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടുകയാണെങ്കിൽ പ്രൊഡക്ഷൻ എന്താവില്ല, ഇത് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവില്ല. ഇതിൽ പറയുന്നത് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എൻഷുവർ ഓൺ ടൈം ഡെലിവറി ഓഫ് മെറ്റീരിയൽസ്. ഇവിടെ ഓൺ ടൈം ഡെലിവറി ഉദ്ദേശിക്കുന്നത് എന്താണ്, റോ മെറ്റീരിയൽസിനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത പറയുന്നത് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് പ്രിവെന്റ്സ് ബോട്ടിൽ നെക്സ്. പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് സെമി ഫിനിഷ്ഡ്, അതായത് ഫിനിഷ് ആയിട്ടില്ല, എന്നാൽ നമ്മുടെ ഈ പ്രൊഡക്ഷൻ യൂണിറ്റിൽ വന്നിട്ടായിരിക്കണം അതിനെ ഫിനിഷ്ഡ് ആക്കാനായിട്ട്. ഇതെന്ത് നമുക്ക് തടയും, ഇതിന്റെ ബോട്ടിൽ നെക്ക് ഉദ്ദേശിക്കുന്നത് അതിന്റെ ബ്ലോക്കേജ് തടയാനായിട്ട് സാധിക്കും. ഇതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. അതായത് നമുക്ക് ലിമിറ്റേഷൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ലിമിറ്റഡ് വെയർ ഹൗസിങ്, നമുക്ക് ആവശ്യത്തിന് എന്താണ് പറയാ, ആവശ്യത്തിന് ഗുഡ്സ് സ്റ്റോർ ചെയ്യാനുള്ള വെയർ ഹൗസിങ് സംവിധാനം ഇല്ലാണ്ടിരിക്കാം. ചിലപ്പോൾ എന്ത് സംഭവിക്കും, ആവശ്യത്തിനുള്ള വർക്കേഴ്സിന് ലഭിക്കാതിരിക്കുമ്പോഴും എന്ത് സംഭവിക്കും, ഈ മാനുഫാക്ചറിംഗ് എഫിഷ്യൻസി കുറയും. അതുപോലെ തന്നെ വീക്ക് ഇൻവെന്ററി, അതായത് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ഇല്ലാതിരിക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെഹിക്കിൾസ് ഇല്ലാതിരിക്കുക. നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ബട്ട് നോ വെഹിക്കിൾസ്. അതായത് വെഹിക്കിൾസ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഈ ലോജിസ്റ്റിക് സംവിധാനം അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ആവശ്യത്തിനുള്ള ട്രക്ക് അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഇല്ലാതിരിക്കാം. അതുപോലെ തന്നെ ഡിലേസ് ഇൻ കസ്റ്റംസ് ക്ലിയറൻസ്, ചില ഐറ്റംസ് നമുക്ക് പുറത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൂടെ കസ്റ്റം ക്ലിയറൻസിന് സമയം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ ഡിലേ ആവും. പിന്നെ അതുപോലെ തന്നെ
ലോഡിങ് ആൻഡ് അൺലോഡിങ്, അതായത് ലോഡിങ് ആൻഡ് അൺലോഡിങ്, ഐറ്റംസ് അൺലോഡ് ചെയ്യുന്നതും അതുപോലെ ഗുഡ്സ് അൺലോഡ് ചെയ്യുന്നതും ഗുഡ്സ് ലോഡ് ചെയ്യുന്നതും എന്തായിരിക്കണം, വളരെ ഫാസ്റ്റ്. അത് സ്ലോ ആയി കഴിഞ്ഞാലും സമയത്തിന് എന്താ പറയാ, റോ മെറ്റീരിയൽസ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് എത്തിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഗുഡ്സ് ട്രെയിൻസ് എല്ലാം ബുക്ക് ചെയ്യുമ്പോൾ ആ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിനുള്ളിൽ അതിലുള്ള വാഗൺ എല്ലാം കാലിയാക്കിയിട്ടില്ലെങ്കിൽ ഡെമറേജ് എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ എമൗണ്ട്, അത് വലിയ എമൗണ്ട് ആയിരിക്കും. ഒരു ഫുൾ ട്രെയിനൊക്കെ ആകുമ്പോൾ അത്രയും എമൗണ്ട് കോമ്പൻസേഷൻ ആയിട്ട് റെയിൽവേക്ക് പേയ്മെന്റ് നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ ഇല്ലാതാക്കണം എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം എന്താണ്, എഫിഷ്യന്റ് മാനുഫാക്ചറിങ് ഫ്ലോയ്ക്ക് വരുന്ന ലിമിറ്റേഷൻസ് ആണ്. ഈ ലിമിറ്റേഷൻസ് നമ്മൾ തരണം ചെയ്താലാണ് കറക്റ്റ് ടൈമിലുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. അടുത്ത പറയുന്നത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം മൊബൈൽ സർവീസ് ഉള്ളത് കൊണ്ട്, അതായത് എന്താ പറയാ, മോഡേൺ ലോജിസ്റ്റിക് യൂസേഴ്സ് IT ആൻഡ് സോഫ്റ്റ്വെയർ ടു കീപ് എ കോൺസ്റ്റന്റ് ലിങ്ക് ബിറ്റ്വീൻ സപ്ലയേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. അതായത് ഇതിന്റെ സപ്ലയേഴ്സിന് സമയാസമയങ്ങളിൽ കസ്റ്റമേഴ്സിന് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തിച്ചേരാം എന്ന് പറയാനായിട്ട് സാധിക്കും. ഇഫ് ദർ ഈസ് എനി ഡിലേ, അതും അവർക്ക് ഇൻഫോം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാ വെഹിക്കിൾ ട്രാക്കിംഗ് സംവിധാനങ്ങളുണ്ട്. ആ വെഹിക്കിൾ ട്രാക്കിംഗ് സംവിധാനത്തിലൂടെ തന്നെ ഗുഡ്സ് എവിടെ വരെ എത്തി, ഇപ്പോൾ എവിടെ വരെ എത്തി എന്ന് ഇത് കസ്റ്റമറുടെ അടുത്തേക്ക് എത്തും, അല്ലെങ്കിൽ ഹോൾസെയിൽ വെയർഹൗസിലേക്ക് എത്തും, അല്ലെങ്കിൽ റീറ്റെയിൽ വെയർഹൗസിലേക്ക് എപ്പോൾ ഗുഡ്സ് എത്തും, എല്ലാം വളരെ കൃത്യമായിട്ട് കണക്കാക്കാനുള്ള IT സംവിധാനങ്ങളും മൊബൈൽ നെറ്റ്വർക്കുകളും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഇനി അടുത്ത് എന്താണ്, സർവീസ് ക്വാളിറ്റി പ്രിവെന്റ്സ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ കോസ്ഡ് ബൈ ഡിലേഡ് ഓർ ഡാമേജ്ഡ് ഗുഡ്സ്. അതായത് ഗുഡ്സ് ഒരിക്കലും ഒരു സ്ഥലത്ത് സപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് അത് കറക്റ്റ് ടൈമിന് തന്നെ ലഭിച്ചിരിക്കണം. സപ്പോസ് നമ്മൾ കൊടുക്കുന്ന ഒരു ഗുഡ്സ് അയക്കുന്നത് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കും ഒരു ലോജിസ്റ്റിക് കമ്പനി ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കും വേറൊരു സ്ഥാപനത്തിനോ വ്യക്തികൾക്കോ അയക്കുന്നുണ്ടാവുക. പക്ഷെ ആ വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾക്കും ഈ കമ്പനി അയക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഫാക്ടറിയിൽ അത് ഇൻപുട്ട് ആയിരിക്കും. അതെന്തായി, അതപ്പോ അവർ ഇൻപുട്ട് ആയിരിക്കും. അപ്പൊ സമയത്തിന് ഈ ഗുഡ്സ് അവിടെ എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷനെ അത് ബാധിക്കും. അതുപോലെ തന്നെ ഇതിനെല്ലാം കോൺട്രാക്ച്വൽ എഗ്രിമെന്റ്സ് ഉണ്ടായിരിക്കും. ഈ ഡിലേക്കൊക്കെ ഭാരമായ തുക കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് മാക്സിമം ഡിലേസ് ഒഴിവാക്കുക. അതുപോലെ ഡാമേജ്ഡ് ഗുഡ്സ് ഒരു കസ്റ്റമർ ഒരു സ്ഥാപനം ഏറ്റെടുക്കില്ല. അപ്പോ അതിന്റെ ഉത്തരവാദിത്വം അയക്കുന്ന കമ്പനിക്കായിരിക്കും. അതുകൊണ്ട് കമ്പനികളെല്ലാം വളരെ കൃത്യമായി വളരെ സൂക്ഷിച്ച് നല്ല പാക്കിംഗ് സംവിധാനത്തോടു കൂടിയാണ് സാധാരണ ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് അയക്കാറുള്ളത്. എൻഷുർ പ്രൊഡക്ട്സ് ആർ റിസീവ്ഡ് ഓൺ ടൈം ആൻഡ് സെൻസ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ എന്ന് പറയുന്നത് റിസീവ്ഡ് ഓൺ ടൈം, അതായത് ഗുഡ്സ് അവർക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ലഭിക്കണം. അടുത്ത കീ ടെർമിനോളജി ഇൻബൗണ്ട് ലോജിസ്റ്റിക്. ഇൻബൗണ്ട് ലോജിസ്റ്റിക് കുറച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അത് തന്നെയാണ് നമ്മൾ വീണ്ടും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ബ്രിങ്സ് മെറ്റീരിയൽസ് ഇൻ ടു കമ്പനി, അതായത് കമ്പനിയുടെ പ്രൊഡക്ഷൻസിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസും അല്ലെങ്കിൽ മറ്റേത് മെറ്റീരിയൽസോ അല്ലെങ്കിൽ പാർട്സോ കമ്പനിയിലേക്ക് പ്രൊഡക്ഷന് വേണ്ടി കൊണ്ടുവരുന്ന കമ്പനി വരെ എത്തുന്ന ആ സംവിധാനത്തിന് പറയുന്ന പേരാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലും ഇത് ഈ ടേം നമ്മൾ ഉപയോഗിച്ചതാണ്. ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഇത് വീണ്ടും ആ കീ ടെർമിനോളജി തന്നെ വീണ്ടും ഒന്നും കൂടി വിശകലനം ചെയ്യുകയാണ്. ബ്രിങ് മെറ്റീരിയൽസ് ടു പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് മെറ്റീരിയൽസ് കൊണ്ടുവരാം അല്ലെങ്കിൽ പാർട്സ് കൊണ്ടുവരുന്ന അസംബ്ലി പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. അതുപോലെ തന്നെ ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് ഉദ്ദേശിക്കുന്നത് വെയർ ഹൗസിംഗ്, പാക്കിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് ഗോയിങ് ഔട്ട് ഓഫ് ദ ബിസിനസ്. ദാറ്റ് മീൻസ് ഫിനിഷ്ഡ് ഗുഡ്സ്, അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് വെയർ ഹൗസിംഗ് നിന്ന് അല്ലെങ്കിൽ ഇത്
പ്രൊഡ്യൂസ് ചെയ്ത ഫാക്ടറിയിൽ നിന്ന് കസ്റ്റമറിലേക്ക് വരെ എത്തുന്ന ആ ചാനലാണ് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ചിലപ്പോ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് നേരെ അത് വേറൊരു സെൻട്രലൈസ്ഡ് ലോജിസ്റ്റിക് സംവിധാനത്തിൽ ലോജിസ്റ്റിക് വെയർഹൗസിലേക്ക് പോകാം. ആ വെയർഹൗസിൽ നിന്ന് ഹോൾസെയിൽ ഡീലറുടെ വെയർഹൗസിലേക്ക് പോകാം. ഇനി ഹോൾസെയിൽ ഡീലറുടെ വെയർഹൗസിൽ നിന്ന് അത് എവിടെയാണ് സെയിൽ ചെയ്യേണ്ടത്, റീറ്റെയിൽ ഡീലറുടെ വെയർഹൗസിലേക്ക് പോകാം. അവിടെ നിന്നായിരിക്കാം ചിലപ്പോൾ ഇത് കസ്റ്റമറിലേക്ക് എത്തുന്നത്. ചിലപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നേരിട്ട് കസ്റ്റമറിലേക്ക് എത്താം. ഇവിടെ ചിലപ്പോൾ ഇവിടുന്ന് സെൻട്രൽ ലോജിസ്റ്റിക് ആയിട്ടുള്ള സെൻട്രൽ വെയർഹൗസിൽ നിന്ന് ഇത് എവിടേക്ക് പോവാം, ഹോൾസെയിൽ വെയർഹൗസിലേക്ക് പോവാം. ഹോൾസെയിൽ വരുന്നത് ഡീറ്റെയിൽ വെയർഹൗസിൽ നിന്ന് നേരെ കസ്റ്റമറിലേക്ക്. ഇങ്ങനെ പല രീതിയിലും ഈ ഒരു സംവിധാനം പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് എത്ര വെയർഹൗസിലേക്ക് പോയി കഴിഞ്ഞാലും പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് ഇത് കസ്റ്റമറിലേക്ക് വരെ എത്തുന്ന ആ ചാനലിനെയാണ് നമ്മളുടെ ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഭാഗമാണ് നമുക്കിവിടെ പറയുന്നത് സസ്റ്റൈനബിൾ ലോജിസ്റ്റിക്സ്. അതായത് സസ്റ്റൈനബിൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ കണ്ടിന്യൂ ലോങ് ടൈം വിത്തൗട്ട് എനി ഹാം, അതായത് ഒരു പ്രശ്നങ്ങളും കൂടാതെ കുറെ കാലം തുടർച്ചയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള സംവിധാനത്തിനാണ് നമ്മൾ പറയുന്നത് സസ്റ്റൈനബിൾ എന്ന് പറയുന്നത്. കണ്ടിന്യൂ ലോങ് ടൈം വിത്തൗട്ട് ഹാം, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ കുറെ കാലം തുടർച്ചയായിട്ട് കണ്ടിന്യൂ ആയിട്ട് പോകണം എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ലോജിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. റിസോഴ്സ് മാനേജ്മെന്റ് പ്രോസസ് കമ്പൈനിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മീറ്റിംഗ് പ്രസന്റ് നീഡ്സ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ ഫ്യൂച്ചർ. അതായത് ഇപ്പോഴത്തെ നീഡ്സ് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഫ്യൂച്ചർ നീഡ്സിനെ ഒരിക്കലും എന്ത് ചെയ്യില്ല, കോംപ്രമൈസ് ചെയ്യില്ല. അതായത് ഫ്യൂച്ചർ നീഡ്സിനെ കോംപ്രമൈസ് ചെയ്യാതെ പ്രസന്റ് നീഡ്സ്, ഇപ്പോഴത്തെ ആവശ്യം നടപ്പിൽ വരുത്തുക. അതാണ് സസ്റ്റൈനബിൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. It is a resource management process that combines sustainable development with a logistic system. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് കാലകാലത്തിനനുസരിച്ചുള്ള ഡെവലപ്മെന്റിനോട് കൂടി സംഭവിക്കണം. ഈ ലോജിസ്റ്റിക് സംവിധാനം നിലനിന്ന് മുന്നോട്ട് പോകണം. അടുത്ത പറയുന്നതാണ് ഇൻവെന്ററി മാനേജ്മെന്റ്. ഇൻവെന്ററി എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റോക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. കീപ്പിംഗ് ട്രാക്ക് ഓഫ് ഹൗ മച്ച് സ്റ്റോക്ക് ഈസ് അവൈലബിൾ, അതായത് എത്ര സ്റ്റോക്കാണ് ഇവിടെ അവൈലബിൾ ഉള്ളത്. അതായത് നമ്മുടെ വെയർ ഹൗസിനകത്ത് എത്ര സ്റ്റോക്കാണുള്ളത്. ഒരു വെയർ ഹൗസിനകത്ത് ഒരു ഐറ്റം മാത്രമായിരിക്കില്ല സ്റ്റോക്ക് ഉണ്ടാവുക. ഒരുപാട് പ്രൊഡക്ട്സ് അവിടെ ഉണ്ടാവും. ഈ പ്രൊഡക്ട്സിനെല്ലാം പ്രത്യേകം പേരുകളും അതുപോലെ തന്നെ പ്രത്യേകം കോഡ് നമ്പറുകളും ഉണ്ടാവും. അതെല്ലാം സെപ്പറേറ്റ് തന്നെയായിട്ടായിരിക്കും ഒരു വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യപ്പെടുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ മിസ്റ്റേക്ക് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഈ ഗുഡ്സ് തെറ്റി ഷിപ്മെന്റ് ചെയ്യാനായിട്ട് പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോക്ക് ചെയ്യുന്നത്. അതുതന്നെ മാനേജ്മെന്റ്, ഈ ഇൻവെന്ററി ഒരു വെയർ ഹൗസിൽ മാനേജ് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് അതിനൊരു കീപ്പർ ഉണ്ടായിരിക്കും, അതിന് റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. എത്ര ഗുഡ്സ്, ഏതെല്ലാം ഇതിന്റെ നോമിനോക്ലേച്ചർ എന്ന് പറയും, ഏതെല്ലാം ഐറ്റംസ്, ഏതെല്ലാം കോഡ് നമ്പറിലുള്ളത്, ഏതെല്ലാം ക്വാണ്ടിറ്റിയിലുള്ളത്, എത്ര എണ്ണം അവിടെ ഉണ്ട്, എത്ര എണ്ണം അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി അതിന് രജിസ്റ്റർ ഉണ്ടാവും. ആ രജിസ്റ്ററിൽ എൻട്രി ചെയ്യപ്പെടും. എവിടെ ഇത് എന്നിവിടെ നിന്ന് പുറപ്പെട്ടു, ഏത് സമയത്ത് പുറപ്പെട്ടു, ഏത് ട്രക്കിൽ പുറപ്പെട്ടു, ഏത് ഡീലർ എടുത്ത് പുറപ്പെട്ടു, അല്ലെങ്കിൽ ഏത് കസ്റ്റമർക്ക് കൊടുത്തു. ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ഭാഗമാണ്. അതായത് ആ രജിസ്റ്റർ നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും ഇവിടെ ഇപ്പൊ എത്ര സ്റ്റോക്ക് ഉണ്ട്, ബാക്കി സ്റ്റോക്ക് എത്ര സ്റ്റോക്ക് ഉണ്ട്, ഇനി എത്ര ഗുഡ്സ് നമ്മൾ എവിടേക്ക് അയച്ചിരിക്കുന്നു എന്നെല്ലാം കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇത്
ഇൻവെന്ററി മാനേജ്മെന്റ് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒരു ക്വാണ്ടിറ്റിക്ക് പോലും വ്യത്യാസം ഉണ്ടാകാതെ അത് മാനേജ് ചെയ്യണം. മാനേജിങ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം മാനുഫാക്ചേഴ്സ് ടു വെയർ ഹൗസേഴ്സ് ആൻഡ് ദെൻ ടു പോയിന്റ് ഓഫ് സെയിൽ. അതായത് മാനുഫാക്ചറിൽ നിന്ന് വെയർ ഹൗസിലേക്ക്, ഇനി വെയർ ഹൗസിൽ നിന്ന് പോയിന്റ് ഓഫ് സെയിൽ, അതായത് അൾട്ടിമേറ്റ് കസ്റ്റമർ അല്ലെങ്കിൽ ബയറുടെ അടുത്തേക്ക് എത്തുന്നു. അതാ സ്റ്റോക്ക് എത്രയാണ്, അതായത് ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം മാനുഫാക്ചറിൽ നിന്ന് വെയർ ഹൗസ്, വെയർ ഹൗസിൽ നിന്ന് പോയിന്റ് ഓഫ് സെയിൽ, അല്ലെങ്കിൽ മാനുഫാക്ചറിൽ നിന്ന് പോയിന്റ് ഓഫ് സെയിൽ. ഇത് രണ്ടുമാകാം. അടുത്ത ഭാഗമാണ് ദി പാത്ത് ഫോർവേഡ്, കൊളാബറേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. കൊളാബറേഷൻ ഓർ കോമ്പറ്റീഷൻ. സക്സസ് റിക്വയേഴ്സ് കോർഡിനേഷൻ എമംഗ് പ്രൊവൈഡേഴ്സ്, ബയേഴ്സ് ആൻഡ് വെൻഡേഴ്സ്. അതായത് ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ലോജിസ്റ്റിക് സംവിധാനം ഉദ്ദേശിക്കുന്നത് അതിലെ എല്ലാ യൂണിറ്റ്സും കോർഡിനേഷൻ ബിറ്റ്വീൻ എമംഗ് ദി പ്രൊവൈഡേഴ്സ്, അവർക്ക് എന്തൊക്കെയാണ് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലയേഴ്സ് ആയിരിക്കാം, വെൻഡേഴ്സ് ആയിരിക്കാം, അതുപോലെ തന്നെ ബയേഴ്സ് ഉണ്ടാകാം. ഇവരെ മൊത്തത്തിലുള്ള ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ കോർഡിനേഷൻ കൊണ്ടാണ് ഒരു ലോജിസ്റ്റിക് സ്ഥാപനം നല്ല രീതിയിൽ ഒരു സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അടുത്തത് അതുപോലെ തന്നെ ഗോൾ, ഇതിന്റെ ലക്ഷ്യം എന്ന് ഉദ്ദേശിക്കുന്നത്, അൾട്ടിമേറ്റ് എയിം ഉദ്ദേശിക്കുന്നത് എ കോഹസീവ് ഹൈ പെർഫോമിംഗ് മോഡൽ ഇന്റഗ്രേറ്റിംഗ് മാർക്കറ്റിംഗ്, സെയിൽസ്, ഫിനാൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. അതായത് ഒരു ലോജിസ്റ്റിക് കമ്പനിയിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് നേരത്തെ പറഞ്ഞ ഭാഗം തന്നെയാണ്. വെറും ഗുഡ്സ് അയക്കുന്നവരും വാങ്ങിക്കുന്നവരും മാത്രമല്ല, അല്ലെങ്കിൽ അതിന്റെ തേർഡ് പാർട്ടി എഗ്രിമെന്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഒന്നും അല്ല, എല്ലാവരും. അതായത് മൊത്തത്തിലുള്ള ആ സ്ഥാപനത്തിലെ ഓഫീസ് സ്റ്റാഫ് മുതൽ ഓഫീസിന് പുറത്തുള്ളവരും അത് എല്ലാവരും. അതിൽ മെയിനായിട്ട് വരുന്നത് മാർക്കറ്റിംഗ് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ അടുത്ത് കുറെ പ്രൊഡക്റ്റ് എനിക്ക് ഓർഡർ കിട്ടണമെങ്കിൽ എന്ത് വേണം, അതിന് പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഉണ്ടാവണം. ആ പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഉണ്ടായാലേ ഗുഡ്സിനുള്ള ഓർഡർ ലഭിക്കുള്ളൂ. ആ ഗുഡ്സിനുള്ള ഓർഡർ ലഭിച്ചാലേ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരാ, എന്ത് ചെയ്യണം, ആ ഗുഡ്സ് സെയിലും കൂടി ആവണം. അപ്പൊ സെയിലിനും എന്ത് വേണം, മാർക്കറ്റിംഗ് വേണം. അപ്പൊ ഗുഡ്സ് സെയിൽ ചെയ്യണം. ഇനി ഗുഡ്സ് സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വേണം, ഗുഡ്സിന് നമുക്കിപ്പോ ഒരു ലോജിസ്റ്റിക് സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഈ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ഉണ്ടാക്കണം അതും വേണം. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമുള്ള ഫണ്ട് കണ്ടെത്തുന്നു. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി, ഇന്ന കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. ഇതാണ് നമ്മുടെ ഗുഡ്സ് മൂവ്മെന്റിനെ വളരെയധികം ഫാസ്റ്റ് ആക്കുന്നതും. അതുപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ പോലെ കത്ത് അയക്കലും രജിസ്റ്റേർഡ് അയക്കലും എന്നില്ല, എല്ലാം ഇമെയിലും അതുപോലെ തന്നെ മറ്റ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച്, അതായത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെട്ടിട്ടാണ്, അവരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ഒരു ലോജിസ്റ്റിക് സ്ഥാപനം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. എൻഡ് റിസൾട്ട് ഉദ്ദേശിക്കത്തിലുള്ള റെഡ്യൂസ്ഡ് എക്സ്പെൻസ് കുറയ്ക്കുക. എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് വർദ്ധിക്കും, പ്രോഫിറ്റ് വർദ്ധിക്കും. പ്രോഫിറ്റ് മോട്ടീവ് മാത്രം ആക്കാനായിട്ട് പാടില്ല. പല സ്ഥാപനങ്ങളും കുറച്ചു കാലം ഒരു ബിസിനസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യും, അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കും. ദാറ്റ് മീൻസ് അതിന്റെ ക്വാളിറ്റി കുറയ്ക്കും. അവിടെ കുറച്ചു കാലമൊക്കെ അത് ഓടിക്കഴിഞ്ഞാൽ പക്ഷെ പിന്നെ ആളുകൾക്ക് മനസ്സിലായി അതിന്റെ ക്വാളിറ്റി കുറഞ്ഞെന്നുള്ളത്, ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വേറെ പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. എൻഹാൻസ് സർവീസ്, ഇപ്പൊ ഗുഡ്സ് സെയിൽ ചെയ്യുകൊണ്ട് മാത്രമല്ല, ആഫ്റ്റർ സെയിൽ സർവീസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പാർട്ടികളെ നിരന്തരമായിട്ട് കോൺടാക്ട് ചെയ്യുക, അവര് കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യുകയും സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യും, അതിന്റെ വേണ്ട നടപടികളും സ്വീകരിക്കുക. ചിലപ്പോൾ നമ്മളൊരു മെഷീനറി ആയിരിക്കും ഇവിടുന്ന് അയച്ചു കൊടുത്തിട്ടുണ്ടാവുക, പക്ഷെ ആ മെഷീനറി ഇതിൽ തകരാറ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആ കമ്പനിയിലെ പ്രൊഡക്ഷൻ നിന്നുപോകും. അപ്പൊ എന്ത് ചെയ്യണം, അതിനാവശ്യമായിട്ടുള്ള സ്റ്റാൻഡ് ബൈ മെഷീനറിയോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആ മെഷീനറി റിപ്പയർ ചെയ്യാനുള്ള സംവിധാനം, അതാണ് നമ്മൾ ആഫ്റ്റർ സെയിൽ സർവീസ് അല്ലെങ്കിൽ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സസ്റ്റൈനബിൾ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, അതായത് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞു, ഗുഡ്സ് ആൻഡ് സർവീസസ്, നല്ല ഗുഡ്സ്, നല്ല ക്വാളിറ്റിയുള്ള ഗുഡ്സ്
അതിനാവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സ്ഥലത്ത് എത്തിച്ചേർന്നാൽ ആർക്ക് ഗുണമുണ്ടാവും? ഇത് കൂടുതൽ ഓർഡർ ലഭിക്കുകയും ആ ലോജിസ്റ്റിക് കമ്പനികൾക്ക് കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഇതിൽ ഇന്നത്തെ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറയുന്ന ഭാഗങ്ങൾ ഇതൊക്കെയാണ്. ഇതിൽ ഒരുവിധ ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇവയില് സൈലന്റ് ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ്. ലീൻ ലോജിസ്റ്റിക്കും അതുപോലെ തന്നെ ഒരു എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ടോട്ടൽ സർവീസ് അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് ഇത്രയാണല്ലോ. ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് നമുക്ക് പറയാം. ഒരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലോജിസ്റ്റിക് മാനേജ്മെന്റ് മാത്രമേ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ലൊരു ലോജിസ്റ്റിക് സ്ഥാപനം ഉണ്ടാവുകയുള്ളൂ. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് കം ഫോർവേഡ്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുണ്ടെങ്കിൽ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഈസ് ഓൾ അബൌട്ട് മാനേജിങ് ഗുഡ്സ് മാനുഫാക്ചർഡ് ബൈ ദ കമ്പനീസ്. കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഗുഡ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദി ബിസിനസ് പ്രോസസ് ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദി ഫ്ലോ മെറ്റീരിയൽസ് ഫ്രം സപ്ലയേഴ്സ് മാനുഫാക്ചറിംഗ് ഹൗസ് then to customer through distribution channel. അതായത് ലോജിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ കൂടെ ഇതിന്റെ ഒറിജിൻ, അതായത് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അവിടെ നിന്ന് കസ്റ്റമറിന്റെ ഹെൽത്തിക്ക് എത്തുന്ന വരെയുള്ള ചാനലാണ് ലോജിസ്റ്റിക് ചാനൽ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനെന്ത് വേണം? പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് വേണം, പ്രോപ്പറായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യണം, അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള കൺട്രോളിങ്ങും ഉണ്ടാവണം. ചിലപ്പോൾ സെൻട്രലൈസ്ഡ് കൺട്രോളിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് കൺട്രോളിംഗ് ആയിരിക്കാം. ആസ് ആൻഡ് വെൻ റിക്വയർഡ്, അതായത് എവിടെ ഏത് ഉപയോഗിക്കാൻ പറ്റും അതനുസരിച്ചിട്ട് ചിലപ്പോൾ സെൻട്രലൈസ്ഡ് കൺട്രോളിംഗ് ചില സ്ഥലത്ത് ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ വേറെ ചില സ്ഥലത്ത് ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കും എഫക്റ്റീവായി വരിക. അത് മാനേജ്മെന്റ് ആലോചിച്ച് എന്താണ് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗുഡ് കൊളാബറേഷൻ അമംഗ് ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡേഴ്സ്, ബയേഴ്സ് ആൻഡ് വെൻഡേഴ്സ് ഹെൽപ്സ് റെഡ്യൂസ് എക്സ്പെൻസസ്. ആരൊക്കെ വേണം? ട്രാൻസ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ബയേഴ്സും അതുപോലെ തന്നെ വെൻഡേഴ്സും. ഇവരെല്ലാവരും കൂടെ ഉള്ള കോപ്പറേഷനിലൂടെ മാത്രമേ എന്ത് കുറയ്ക്കാൻ പറ്റുള്ളൂ? എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. എക്സ്പെൻസ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് വില കുറച്ച് കസ്റ്റമേഴ്സിന് ഇത് എത്തിക്കാനും നമുക്ക് സാധിക്കുന്നതായിരിക്കും. Supply chain management is an integrating function with primary responsibility for linking major business functions and a business process within across companies into cohesive and a high performing business model. അതായത് നല്ല ഹൈ പെർഫോമിംഗ് ബിസിനസ് മോഡല് ആവണമെങ്കിൽ എന്താണ്? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇന്റഗ്രേറ്റീവ് ഫംഗ്ഷൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിലായിട്ടും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള, അതായത് കോഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള സംവിധാനത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു നല്ല ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.
നമ്മൾ സ്കോപ്പിനെ കുറിച്ച് പറഞ്ഞത് സ്കോപ്പ് ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്. അതായത് ബിസിനസ് ലോജിസ്റ്റിക്സിൽ പറയുന്നത് ബിസിനസ് ഇറ്റ് ഈസ് ദി സിസ്റ്റമാറ്റിക് ആൻഡ് കോർഡിനേറ്റഡ് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ടു പ്രൊവൈഡ് ദ ഫിസിക്കൽ മൂവ്മെന്റ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് സർവീസസ് ആൻഡ് റിലേറ്റഡ് ഇൻഫർമേഷൻസ്. ബിസിനസ് ലോജിസ്റ്റിക് ഉദ്ദേശിക്കുന്നതിലുള്ള ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രോം പ്രൊഡക്ഷൻ യൂണിറ്റ് ടു കസ്റ്റമർ. ബിസിനസ് ലോജിസ്റ്റിക് ഉദ്ദേശിക്കുന്നത് സിസ്റ്റമാറ്റിക് ആൻഡ് കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് physical movement of goods and services from origin, that means the production unit to ultimate customer. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. From the point of origin of the vendor or the supply services. Point of origin of the vendor, അതായത് നമുക്ക് സപ്ലൈ ചെയ്യുന്ന അവിടെ മുതൽ or supply services വരെ through കമ്പനി ഫെസിലിറ്റീസ്, കമ്പനിയുടെ എന്തെല്ലാം ഫെസിലിറ്റി സൗകര്യങ്ങളാണ് ഉള്ളത്. ദി പോയിന്റ് ഓഫ് കൺസംപ്ഷൻ, എവിടെയാണ് കൺസംപ്ഷൻ? കൺസംപ്ഷൻ എന്ന് പറയുന്നത് കസ്റ്റമർ ആയിരിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റീറ്റെയിൽ ഡീലർ ആയിരിക്കാം. അസോസിയേറ്റഡ് ആക്ടിവിറ്റീസ്, പാക്കേജിങ്, ഓർഡർ പ്രോസസ്സിങ്. അതായത് ഫസ്റ്റ് ആണ് ഓർഡർ പ്രോസസ്സിങ് വരുന്നത്, ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് പാക്കേജിങ്. ഒരു ഗുഡ്സ് എങ്ങനെ പാക്കേജ് ചെയ്യണം, പാക്ക് ചെയ്യണം, എങ്ങനെ പാക്ക് ചെയ്താലാണ് അത് സേഫ് ആയിട്ട് കസ്റ്റമർ അടുത്തേക്ക് എത്തിച്ചേരാം വിത്തൗട്ട് എനി ഡാമേജ്. ഒരു ഡാമേജും കൂടാതെ ഗുഡ്സ് എങ്ങനെയാണ് കസ്റ്റമർ അടുത്തേക്ക് എത്തിച്ചേരുന്നത്, ആ രീതിയിലായിരിക്കണം ഗുഡ്സ് പാക്കേജ് ചെയ്യേണ്ടത്. ആൻഡ് ഇൻഎഫിഷ്യന്റ് മാനർ necessary to enable organization to contribute the explicit goals of the company and meet customer requirements. Customer requirements എന്ന് ഉദ്ദേശിക്കുന്നത് മാക്സിമം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നാണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിലാണ് ഒരു സ്ഥാപനം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു ലോജിസ്റ്റിക്സ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവര് ലോജിസ്റ്റിക് സ്ഥാപനം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അവര് ഒരു ഉത്തരവാദിത്വം ഉദ്ദേശിക്കുന്ന വെച്ചാൽ അവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് അത് കൃത്യമായ ടൈമില്, കൃത്യമായ സ്ഥലത്ത്, കൃത്യമായ കസ്റ്റമർക്ക്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ ഒരു 7 റൈറ്റ്സ് പറയുന്നുണ്ട്. ആ 7 റൈറ്റ്സ് കീപ്പ് ഇൻ മൈൻഡ്. ആ 7 റൈറ്റ്സിനെ മനസ്സിൽ കീപ്പ് ചെയ്തുകൊണ്ട് ലോജിസ്റ്റിക് സ്ഥാപനം എന്ത് ചെയ്യണം? ആ ഗുഡ്സ് ആൻഡ് സർവീസസ് ആ 7 റൈറ്റ്സ് പ്രകാരം എവിടെ എത്തിക്കണം? കസ്റ്റമർക്കോ, കൺസ്യൂമർക്കോ, ഡീലറെ എത്തിക്കുക എന്നുള്ളതാണ് ലോജിസ്റ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിക്കുന്നത്. എല്ലാ ലോജിസ്റ്റിക് സ്ഥാപനം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ചില ലോജിസ്റ്റിക് സ്ഥാപനം അവർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. കാരണം അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് അവരുടെ തന്നെ ലോജിസ്റ്റിക് ചാനലിൽ കൂടെ പല സ്ഥലത്തേക്കും എത്തിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സ്ഥാപനമായിരിക്കും. സാധാരണയായി മിക്ക സ്ഥാപനങ്ങളും എന്ത് ചെയ്യും? അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, തേർഡ് പാർട്ടി അഗ്രിമെന്റ് പ്രകാരം തേർഡ് പാർട്ടി ലോജിസ്റ്റിക് സംവിധാനത്തിലൂടെ ഫ്രൈറ്റ് പ്രൊവൈഡേഴ്സും അതുപോലെ തന്നെ കൊറിയർ സർവീസും വഴി ഗുഡ്സ് എത്തിക്കുകയാണ് ചെയ്യുന്നത്. വേറെ വലിയ വലിയ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും? ഗുഡ്സ് ആൻഡ് സർവീസ് അവരുടേതായിട്ടുള്ള ചാനലിൽ കൂടെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് അൾട്ടിമേറ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കും. ഇതുവരെ ആരും ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, അത് മനസ്സിലായിരിക്കണം. കാരണത്തിനെങ്കിൽ അറിയാൻ പറ്റും. ഇടയ്ക്ക് ഞാൻ ക്ലാസ് കുറേ നേരം നിർത്തിയിരുന്നു, ആരുമില്ല, ആരോ ഓൺ ചെയ്ത് എവിടേക്കൊക്കെ പോയിരിക്കുകയാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഫിനിഷ് ആയിരിക്കും.